എനിക്ക് വിശന്നിട്ട് വയ്യ. ഈ പാതിരാത്രിക്കാണോ നിനക്ക് വിശക്കുന്ന? പോകോ കിടന്നുറങ്ങാൻ നോക്ക് വെച്ചേ. എങ്ങനെ ഉറങ്ങാനാ? എന്റെ വയറ്റിന് ആനപ്പാട് ഓട്ടം നടക്കുക. അടുക്കളയിൽ ആ ചക്ക വറുത്തതോ ഇരിപ്പുണ്ടാകും, നമുക്ക് പോയി എടുത്താലോ? ചക്ക വറുത്തതോ? എങ്കിൽ ഞാൻ വരാം. പക്ഷെ എനിക്ക് പേടിയാല, ഏറ്റൊന്നുമില്ലല്ലോ. പേടിക്കാതെ നമ്മള് 3 പേരുമില്ലേ? എടി, ആ മൂലയിൽ എന്താത്തൊരു പഴയ തുണിയാടി പേടിത്തുണ്ടി. അയ്യോ, എന്നെ ഭൂതം കൊന്നേ. എന്തായിരിക്കട്ടെ, അത് ജസ്റ്റ് ഒരു പാത്രം താഴെ വീണതല്ലേ. നോക്കിക്കേ, അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് വെള്ള ഡ്രസ് ഇട്ടിട്ട്. നമ്മൾ തീർന്നു. ആ ഭൂതം നമ്മുടെ ചക്ക വറുത്തതൊക്കെ തിന്നു കാണും. ഈ സമയത്ത് അവളുടെ ഒരു ചക്ക വറുത്ത. നമുക്ക് ഓടിയാലോ? വേണ്ട, ഓടിയാലോ അത് നമ്മുടെ പിറകെ വരി. നമ്മുടെ കയ്യിലിരിക്കുന്ന പാത്രം എറയാ. ശരി, ഞാൻ 3 എണ്ണുമ്പോൾ എല്ലാവരും ബഹളം വെക്കണം. 1 2 3. എന്താ പിള്ളേരെ, എന്തിനാ ഇങ്ങനെ കൂവുന്നേ? പ്രേതം. ആദ്യം അവിടെ ഭൂതം, വെള്ള ഡ്രസ് ഇട്ട ഭൂതം. ഏത് ഭൂതം? ഇത് അപ്പൂപ്പനല്ലേ, രാത്രി വെള്ളം കുടിക്കാവുന്നതാ. ഈ പിള്ളേരെന്തിനാ എന്നെ കണ്ട് ശബ്ദം വയ്ക്കുന്നേ? അല്ല, നിങ്ങൾ എന്തിനാ ഈ പാതിരാത്രി അടുക്കളയിൽ വന്നേ? എന്താ, നിങ്ങൾക്കും വെള്ളം കുടിക്കണോ? നിങ്ങൾ ചക്ക വറുത്തത് എടുക്കാവുന്നതാ. ചക്ക വറുത്തൊന്നും ഇപ്പൊ തിന്നണ്ട, പോയി ഉറങ്ങിക്കേ പോ. അപ്പൂപ്പാ, ആ ചക്ക വറുത്തത് എവിടെ വെച്ചിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞാ മതി. പാറു, അയ്യാമ്മ ഇതാ പോന്നു. എന്നാലും എനിക്ക് ആ ചക്ക വറുത്ത കിട്ടിയില്ലല്ലോ. എന്തടി ആകാശം വെളുത്തിരിക്കുന്നു? 6:30 ആയടി. ഓ, പിന്നെ എനിക്ക് വീട്ടിലൊന്നും വേണ്ട. ഓ, എന്നാ നമുക്ക് ഉറങ്ങാം. നമുക്ക് മന്തി ഓർഡർ ചെയ്താലോ? ഒന്ന് പോടി. എനിക്ക് മന്തി വേണം, എനിക്കും ചേർത്ത് ഓർഡർ ചെയ്യുന്നേ. പിന്നെന്താ ഇശാന, നിനക്കും ചേർത്ത് ഓർഡർ ചെയ്യാം. പക്ഷേ ഒരു കാര്യം, പാതി പൈസ തരണേ. നമ്മുടെ പുളിസും എനിക്കൊന്നും വേണ്ട നിന്റെ മന്തി. അതല്ലടി, എന്റെ കയ്യിൽ പൈസ കുറവാ. നീ കൂടെ ഒന്ന് കുറച്ച് പൈസ ഇട്ടെങ്കിൽ ഒന്ന് വാങ്ങായിരുന്നു. പിന്നെ ഞാൻ ഒരിക്കലും രാത്രി അടുക്കളയിൽ കയറില്ല. അതിന് നമ്മൾ രാത്രിയല്ലല്ലോ അടുക്കളയിൽ കയറിയേ, വെളുപ്പിനല്ലേ അടുക്കളയിൽ കയറിയേ. എന്നാലേ ഞാനും കുറച്ച് പൈസ ഇടാം. എനിക്ക് വിശന്നിട്ട് വയ്യ. എനിക്കും